നമസ്കാരം. ടി സിദ്ദിഖ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെ പരമ്പരകളുണ്ടല്ലോ, സീരിയൽ പരമ്പരകളിലെ ഒരു അസറ്റ് ആണെന്ന് പറയേണ്ടി വരികയാണ്. എന്താ ടൈമിങ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്നിപ്പോ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ആ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലെ അദ്ദേഹത്തിന്റെ ആ അഭിനയം ഉണ്ടല്ലോ, എത്ര കൃത്യമാണ്. ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പൊസിഷൻ പിടിച്ച് നിൽക്കുന്നു, ചാണ്ടി ഉമ്മൻ വരുന്നു, ചാടി നെഞ്ചത്തേക്ക് വീണ് ആ കരച്ചിലുണ്ടല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ ഉമ്മൻചാണ്ടി എന്ന ആ വ്യക്തിയോടുള്ള സ്നേഹം 2 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹൃദയം പൊട്ടി നിൽക്കുന്നത് കൃത്യമായി ബോധ്യപ്പെടണം. അതിനുവേണ്ടി ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു സീൻ മനസ്സിൽ കണ്ടെത്തി ഞാൻ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച ആ സീൻ ഒന്ന് കണ്ട്. ഒരു ദിവസം കോൺഗ്രസ്സുകാരുടെ നാടകങ്ങൾ, അഭിനയങ്ങൾ എന്തൊക്കെ കണ്ട അത് അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്കി. അവരവരുടെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ, ഒരു ഇരിപ്പിടം സ്വന്തമാക്കാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അഭിനയിച്ച് എന്നെ അവിടെ പ്ലേസ് ചെയ്ത് ഞാൻ ഇതിലൊരു സംഭവമാണ്, ഞാൻ ഒരു ശ്രദ്ധാകേന്ദ്രമാകണം, എനിക്ക് അറ്റൻഷൻ വരണം എന്ന രീതിയിൽ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനമാണ്. ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഉടനടി തോന്നാം, മറ്റൊരാളുടെ സങ്കടം അത് നിങ്ങൾ കമ്മികൾക്ക് മനസ്സിലാകത്തില്ല, കാര്യം അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാറില്ലല്ലോ, ഇത് വൈകാരികമായ അടുപ്പമാണെന്ന്. ആ വൈകാരികമായ അടുപ്പത്തിന്റെ ചരിത്രം ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ 2 വർഷം, എങ്ങനെ 2021 തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഗതി കിട്ടാതെ അലയുന്ന മനുഷ്യരായി മാറിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന്റെ മൂലയിലേക്ക് ചവിട്ടി ഒതുക്കി കോൺഗ്രസ്സുകാരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രാധാന്യവുമില്ലാതെ അദ്ദേഹത്തിന്റെ വലങ്കയ്യെ ഗ്രൂപ്പിനെ പോലും തകർത്ത് തരിപ്പണമാക്കി ഈ കൈവെട്ടി നിർത്തിയ അവസ്ഥയായിരുന്നു. ആ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് കൂടെ നിന്ന ഈ പറയുന്ന സിദ്ദിഖും ഒപ്പം ഷാഫി പറമ്പിലും അധികാരം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ മറുകണ്ഠം ചാടി തേച്ചത്. ആ തേച്ച വ്യക്തി കാണിച്ച നാട്യവും നോക്കി. സമാനമായിട്ടുള്ള സിനിമാ രംഗമുണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള. അതായത് ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ കാലത്തിനു മുന്നേ ഈ കോൺഗ്രസ്സുകാരുടെ ഇമാതിരി നാടകങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇന്നസെന്റും ഫഹദ് ഫാസിലും അവതരിപ്പിച്ച ആ കഥാപാത്രങ്ങൾ ഇതിന് എത്ര മൈന്യൂട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുന്നതാണെന്ന് നോക്കി. അതായത് 2 വർഷം കഴിഞ്ഞു, സ്വന്തം ഉപ്പയല്ല, കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാർക്കിടയിൽ മൈലേജ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ ചെയ്യുന്ന ആ രംഗം സിനിമയിൽ പോലും വളരെ കൃത്യമായി ചെയ്യുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ വരെ കണ്ണും തള്ളി ഇരിക്കുന്ന കണ്ടോ. ഇത് ഇവിടെയും തീർന്നില്ല. സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ അഭിനയിക്കുന്ന ആളല്ല, ജെനുവിനാണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സിദ്ദിഖിനോട് വല്ലാത്ത കെറുവിപ്പുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ വ്യക്തിയിൽ കളങ്കിതനാണ് എന്ന് വരുത്താൻ പരിശ്രമിക്കുന്നു എന്ന് ചിലർക്ക് തോന്നാം. ഒരു ദൃശ്യം കൂടി കാണിച്ചു തരാം. ഇതുപോലുള്ള കണ്ണീരൊക്കെ ഉണ്ട്, അവിടെ മരണമൊന്നുമില്ല. ഇത് കോഴിക്കോട് ഈ അടുത്ത കാലത്ത് അവിടെ ഒരു DCC ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, വലിയ വൈറലായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ ദൃശ്യം പ്രചരിച്ചതാണ്. അന്നും ഇതുപോലെ ക്യാമറകൾക്ക് മുന്നിൽ തന്നെ സിദ്ദിഖ് ചെയ്ത ചില പ്രവർത്തനങ്ങളുണ്ട്, നിങ്ങൾ മറന്നു കാണും. ഒന്ന് ഓർമ്മിച്ചേ. അത് നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്നിട്ട് നിങ്ങൾ ചേർത്ത് വായിക്കുക ഈ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയെന്ന്. അപ്പൊ എവിടെ നേരെ നമ്മൾ കോഴിക്കോട് അന്നത്തെ കാലഘട്ടത്തിൽ വലിയ താമസമൊന്നുമില്ല, 3-4 മാസം പുറകിൽ ആ DCC ഓഫീസ് ഉദ്ഘാടന വേദിയിലെ ടി സിദ്ദിഖിന്റെ ആ ക്യാമറ സിൻഡ്രോം ഒന്ന് കണ്ടേ.
കണ്ടല്ലോ. ഇനി നിങ്ങൾ പറ, ഇന്ന് കണ്ടത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ? ഇപ്പോ അറിയാലോ, ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചയിലാണ് അണ്ണന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു കഞ്ചാവ് കേസിൽ ഇടപെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ മാപ്രകളെല്ലാം ഇവരിൽ നിന്ന് മാസപ്പടി പറ്റുന്നവരായതുകൊണ്ട് അത്തരം വാർത്തകൾ ചർച്ചയില്ല, അവർ ഞെട്ടാറില്ല, വാർത്താ വിസ്ഫോടനമാകാറില്ല. അതായത് ഇദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് കൽപ്പറ്റയിൽ തന്നെ വാഹനാപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയ സന്ദർഭത്തിൽ കഞ്ചാവ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. കഞ്ചാവ് പിടിച്ച ആ വ്യക്തിയെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നേരെ കോണ്ടാക്ട് ചെയ്തത് ടി സിദ്ദിഖിന്റെ സ്റ്റാഫിനെയാണ്. ടി സിദ്ദിഖിന്റെ സ്റ്റാഫ് സ്വാഭാവികമായിട്ട് ആരുടെ സ്വാധീനം വെച്ചായിരിക്കും ആ കേസിൽ ഇടപെടുക? ആ സ്റ്റാഫിന്റെ സ്വാധീനം വെച്ചായിരിക്കില്ലല്ലോ, MLA ഓഫീസിന്റെ സ്വാധീനം വെച്ചായിരിക്കും. ആ MLA ഓഫീസിന്റെ സ്വാധീനം വെച്ച് ആ വിഷയത്തിൽ ഇടപെടുകയും അത് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ഗൺമാനെ ഈ അടുത്ത ദിവസം സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ആകെ വിവാദത്തിലൊക്കെ പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് DCC ഓഫീസിന്റെ മുന്നിൽ എങ്ങനെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ ഒരു പ്രമുഖനാണ് എന്ന് കാണിച്ചാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നിപ്പോ കാണിച്ചിട്ടുള്ള എന്താണ്? ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്തിൽ യൂദാസിനെ പോലെ പ്രവർത്തിച്ച വ്യക്തിയാണ് ടി സിദ്ദിഖ്. എല്ലാവർക്കും അറിയാം. കൂടെ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന വ്യക്തി അവസാന അധികാരത്തിന് വേണ്ടി ആ വ്യക്തിയെ ചവിട്ടി തൊഴിച്ചിട്ട് മറുകണ്ഠം ചാടി ഒരു ദാക്ഷിണ്യവുമില്ലാതെ. അങ്ങനെ ചെയ്ത വ്യക്തി ഇന്ന് ഇവിടെ വന്ന് കണ്ണീർ പൊഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇയാളോട് പൊറുക്കുമെന്ന്? ഒരിക്കലും പൊറുക്കില്ല. അമ്മാതിരി നെറുകെട്ട പ്രവർത്തനവും കുലംകുത്തിത്തരവുമാണ് ഉമ്മൻചാണ്ടിയോട് കാട്ടിയത്. ആ കാട്ടിയ വ്യക്തി ഈ കാട്ടിക്കൂട്ടുന്നത് കാപട്യമെന്നല്ലാതെ മറ്റതെന്ത് പറയണം? അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത്, എന്തെല്ലാം നാടകങ്ങൾ കോൺഗ്രസുകാർ ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടുന്നത് നമ്മൾ കണ്ടാൽ ഒരു ദിവസം അവസാനിക്കുമെന്ന്. കൃത്യമല്ലേ?